ഹലോ ഗൈസ്, ഇൻഫിനിറ്റിയുടെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് 190 പോയിന്റോളം ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. അതായത് നമ്മുടെ ഈ ലൈനായ 23,695 താഴെയായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു 23,700 സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുക. നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്വേർഡ് ഉള്ളൂ, അല്ലെങ്കിൽ മാർക്കറ്റ് താഴേക്ക് തന്നെ വരുമെന്ന് നമുക്ക് പറഞ്ഞിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. അതുപോലെ തന്നെ 23,700 സസ്റ്റെയിൻ ചെയ്തില്ല, അവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്ത് റിവേഴ്സലായി. സോ നമ്മളിവിടെ ഈ ക്യാൻഡിൽ നല്ലൊരു ട്രേഡ് എടുത്തിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത ട്രേഡ് വന്നത് ഇതാ ഇവിടെയാണ്. ഇവിടെ ഒരു അപ്വേർഡാണ് നമ്മൾ എടുത്തത്. ആദ്യം ഒരു ഇൻവേർട്ടഡ് ഹാമർ വന്നു, പിന്നെ അതിനൊരു മർബോസായിട്ടൊരു വലിയ നല്ല ഗ്രീൻ ക്യാൻഡിൽ വന്നു. അടുത്ത ക്യാൻഡിലിനായി നമ്മൾ വെയിറ്റ് ചെയ്തു. ആ ക്യാൻഡിലും അതിന് മുകളിലായിട്ട് തന്നെ, ഈ ഗ്രീൻ ക്യാൻഡിലിന് മുകളിലായിട്ട് തന്നെ ക്ലോസ് ചെയ്തു. മാത്രമല്ല നല്ലൊരു പുട്ട് റേറ്റിംഗ് നമ്മുടെ OAയിൽ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. സോ നമ്മളിവിടുന്ന് ഒരു കോൾ എടുത്തിരുന്നു. നമ്മുടെ ടാർഗറ്റ് 23,700 തന്നെയായിരുന്നു. അതാണ്ട് ഇവിടെയായിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഈ ക്യാൻഡിലിൻ്റെ ഏറ്റവും ലാസ്റ്റ് 23,570 അടുത്തായിട്ടായിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ്. സോ ഇവിടം വരെയാണ് നമ്മൾ ക്യാച്ച് ചെയ്തത്. നമ്മുടെ ടാർഗറ്റ് ഈ ലൈൻ തന്നെയായിരുന്നു. അവിടെ തന്നെ മാർക്കറ്റ് എത്തിയിട്ട് റിവേഴ്സ് ചെയ്തു. പിന്നെ നമുക്കിന്ന് അടുത്തൊരു ട്രേഡ് ഉണ്ടായിരുന്നത് ഇതാ ലാസ്റ്റ് ഇവിടെ മാത്രമാണ്. ഇവിടെ ദാണ്ട ഒരു റിവേഴ്സൽ ക്യാൻഡിൽ നമുക്ക് തന്നു. അടുത്ത ക്യാൻഡിലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. സോ നല്ലൊരു ഇൻവേർട്ടഡ് ഹാമർ, അതും ഒരു റെഡ് ക്യാൻഡിലാണ്. അത് നമ്മൾ 23,800 എന്ന് പറയുന്ന ലൈനിനെ ക്രോസ് ചെയ്തു. നമ്മുടെ ലൈനെ എല്ലാം കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഇന്ന് പോയിരുന്നത്. 23,800 ക്രോസ് ചെയ്തു. സോ നമ്മൾ ഇവിടെ നിന്നൊരു ട്രേഡിങ് എക്സിക്യൂട്ട് ചെയ്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 23,830 അടുത്തായിട്ട് വെച്ചുകൊണ്ട് നമ്മളൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. സോ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ കണ്ടിരുന്നത് 23,695 വീണ്ടും മാർക്കറ്റ് താഴേക്ക് തന്നെ പോയി. സോ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ടിരുന്നു. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്യാൻ സാധിച്ചു. ഇനി നമ്മൾ അടുത്ത ദിവസത്തെ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് 23,639 ക്ലോസ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് മുകളിലോട്ട് ഒരു അപ്വേർഡ് വേണമെങ്കിൽ 23,695 23,700 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ലൈൻ സസ്റ്റെയിൻ ചെയ്ത് നന്നായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 23,800, സെക്കൻഡ് ടാർഗറ്റ് 23,900, തേർഡ് ടാർഗറ്റ് 24,000 ആണ്. മാർക്കറ്റ് 23,700 താഴെയായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് 23,700 എത്തുകയും അവിടെ നിന്ന് ഒരു റിവേഴ്സൽ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. 23,700 മാർക്കറ്റ് എത്തിയിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്യാതെ ഒരു റിവേഴ്സൽ കാണിക്കുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 23,540, സെക്കൻഡ് ടാർഗറ്റ് 23,500, തേർഡ് 23,365. ഇത്രയാണ് നമ്മുടെ താഴത്തെ സപ്പോർട്ടുകളായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി 23,700 23,540 ഇടയിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് 23,540 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. 23,540 സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് ഒരു അപ്വേർഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു അപ്വേർഡ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 23,695, സെക്കൻഡ് ടാർഗറ്റ് 23,800 എങ്കിൽ 23,540 സസ്റ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ താഴോട്ട് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 23,500, സെക്കൻഡ് ടാർഗറ്റ് 23,365. സോ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നമ്മൾ കൃത്യമായ ലെവലുകളും നമ്മുടെ അനാലിസിസും നൽകുന്നതാണ്. ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. താങ്ക് യു.